LPST ഉദ്യോഗാർത്ഥികളുടെ പ്രത്യക്ഷ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ആവശ്യങ്ങൾ നടപ്പിലാകുന്നതുവരെ സമരപ്പന്തലിൽ തുടരുമെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. 2 മാസത്തിനുള്ളിൽ നിലപാട് അറിയിക്കാമെന്നാണ് മന്ത്രി ചർച്ചയിൽ വ്യക്തമാക്കിയത്. വിദ്യാർത്ഥി അധ്യാപക അനുപാതം പുനഃപരിശോധിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. പ്രതികരണം കാണാം. ുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിലവിൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, വിരൽ തുമ്പത്തുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിവിടെ തുടരുമെന്ന് തന്നെയാണ് ഗവൺമെന്റിനോട് അറിയിച്ചിരിക്കുന്നത്. സമരം, പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കും. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി റഹീസ് റഷീദ് ചേരുകയാണ്. റഹീസ്, പുല്ല് തിന്നും മണ്ണ് തിന്നും മുട്ടിലിഴഞ്ഞും മുദ്രാവാക്യം വിളിച്ചും ദിവസങ്ങൾ നീണ്ടുനിന്ന സമരം അങ്ങനെ 37ാം ദിവസം ഒരു സമര വിജയം എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാമെന്ന് നമ്മൾ കരുതുകയാണ്. വലിയ പ്രതീക്ഷയാണ് നമുക്കൊക്കെ ഉള്ളത്. കാരണം അത്ര വലിയ ഒരു സമരമാണ് അവർ നടത്തിയത്. അവരുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായിരുന്നു, ന്യായമായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ സർക്കാർ ആദ്യമായി മുൻകൈ എടുത്തുകൊണ്ട് നടന്ന ഒരു ചർച്ചയാണ്. അതാണ് വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. 7 തവണ ഈ സമരക്കാർ സർക്കാർ പ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ. ഓക്കെ, സമരം ഞങ്ങളിതാ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നവർ പറയുന്നത് ഇന്നാണ്. പക്ഷെ അവരവിടെ നിന്ന് പോകുന്നില്ല. ഈ ഉറപ്പ് അത് പാലിക്കപ്പെടണം, എന്നിട്ടേ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു പോകൂ എന്നവർ പറയുകയായിരുന്നു അല്ലേ? എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് റഹീസ്? റോഷ്നി, LPST സമരക്കാരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു നീക്കം അസാധാരണമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സർക്കാരുമായി ഒരു ചർച്ച നടത്തുന്നു, സർക്കാർ ചില ഉറപ്പുകൾ നൽകുന്നു. ആ ഉറപ്പുകൾക്ക് സർക്കാർ തന്നെ ഒരു സമയപരിധി വെക്കുന്നു. 2 മാസം വേണം നിങ്ങളുടെ ആവശ്യങ്ങൾ പഠിച്ച് അതിനൊരു അനുകൂല തീരുമാനം എടുക്കാനെന്ന് പറയുമ്പോൾ അവർ 2 മാസം പറ്റില്ല എന്ന നിലപാടെടുക്കുമ്പോൾ ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് സർക്കാർ വരികയാണ്. 1.5 മാസത്തിനകം ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഏത് തരത്തിൽ സമരക്കാർക്ക് അനുകൂലമായി നടപ്പിലാക്കാം എന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കാം എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ സമരക്കാർക്ക് നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് തൽക്കാലം LPSTക്കാർ വിശ്വസിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 13 ദിവസമായി നിരാഹാര സമരം നടത്തിയിരുന്ന വളർമതി ടീച്ചർ നിരാഹാരം അവസാനിപ്പിച്ചത്. എൻ ഷംസുദ്ദീൻ തന്നെ വെള്ളം കൊടുത്ത് മന്ത്രിയുടെ ക്യാബിനിൽ വെച്ച് തന്നെ ആ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അപ്പോഴും സമരക്കാരുടെ മുന്നിൽ സർക്കാർ പറഞ്ഞതെല്ലാം അതേപടി ചെയ്യുമോ എന്നൊരു ആശങ്കയുണ്ട്. എങ്കിൽ സർക്കാർ സമരം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടത് അംഗീകരിക്കുകയും വേണം. അതിന്റെ ഒരു ഒത്തുതീർപ്പ് ഫോർമുല എന്ന തരത്തിലാണ് ഒരു തരത്തിലുള്ള പ്രത്യക്ഷ സമരവും വരുന്ന 45 ദിവസം നടത്തില്ല എന്ന തീരുമാനം അവർ എടുത്തത്. പക്ഷേ സർക്കാർ ഉറപ്പ് പാലിക്കുമോ എന്ന കാര്യത്തിൽ ഇവർക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ട് കുറച്ചാളുകൾ ഈ സമരപ്പന്തൽ അഴിക്കാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുക എന്നതാണ് തീരുമാനം. പക്ഷേ ഒരു തരത്തിലുള്ള സമരവും അവർ നടത്തില്ല. പ്രകടനം ഉണ്ടാവില്ല, മുദ്രാവാക്യം വിളികൾ ഉണ്ടാവില്ല, പോസ്റ്റർ പുതിയതായി വെക്കില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആ ദിവസം എന്ന് പറയുന്നത് 1.5 മാസം എന്ന് പറയുന്നത് ഇന്ന് തൊട്ട് എണ്ണിയാൽ അവസാനിക്കുന്നത് സെപ്റ്റംബർ 24-ാം തീയതിയാണ്. സെപ്റ്റംബർ 24-ാം തീയതിയും സർക്കാർ ഈ പറഞ്ഞ വാക്കൊന്നും അംഗീകരിച്ചില്ല, അത് വെറും പാഴ്വാക്കാണ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ 25-ാം തീയതി ഇന്ന് നിർത്തിയിടത്ത് നിന്ന് തുടങ്ങാനാണ് അവരുടെ തീരുമാനം. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.